എല്ലാവരും എന്തെടുക്കുവാണോ? ചോറൊക്കെ ഉണ്ടോ? ഞങ്ങളും പയ്യെ ചോറുണ്ടാകാനുള്ള പ്ലാനൊക്കെ എടുക്കുവാണ്. ദേ ഞാൻ ഇട്ടേക്കുന്ന നൈറ്റി കണ്ടോ? ഇന്നലെ സ്മിത അയച്ചു തന്ന നൈറ്റിയാണ്. കണ്ടില്ലേ? തയ്ച്ച്, അതായത് ഞാൻ എൻ്റെ അളവിൽ തയ്ച്ച പോലെ ഇരിക്കുന്നു. നിങ്ങൾ ഞാൻ വേറെ നൈറ്റിയൊക്കെ ഇട്ട് കണ്ടിട്ടില്ലേ? നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറയും നൈറ്റി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന്. എൻ്റെ പിള്ളേരൊക്കെ പറഞ്ഞു അമ്മ ഇതിട്ടിട്ട് നല്ലോണം ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കും തോന്നി നല്ലോണം ചേരുന്നുണ്ടെന്ന്. എനിക്കും തോന്നി നല്ല രസമില്ലേ കാണാനായിട്ട്? നൈറ്റി ഇട്ടേരും നല്ല അളവെടുത്ത് തയ്ച്ച പോലെ ഇരിക്കുന്നു. നല്ല ഒതുക്കമുണ്ട്. അത് കൈ അവിടം വരെയുള്ള നൈറ്റി അമ്മയ്ക്ക് കുറവാണ്. അതെ, എനിക്കില്ല ഇങ്ങനെ കൈയുള്ള നൈറ്റി. അത് ഞാൻ ഇത് ഒന്നും വണ്ണം കുറയ്ക്കുവാട്ടെ ഒന്നും ചെയ്തിട്ടില്ല. നല്ലോണം എനിക്ക് ചേരുന്നില്ല ഈ നൈറ്റി. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ ഇന്നൊരു ഗിഫ്റ്റും കൂടെ പോസ്റ്റ് മാൻ കൊണ്ട് തന്നു. റെമി എന്ന് പറയുന്ന ഒരു മോളെനിക്ക് കൊടുത്തു വിട്ടതാണ്. അതെവിടെ മോളെ? സൗദി അറേബ്യയിലാണ് ജോലി. അവൾ നാട്ടിൽ അതിൻ്റെ ബന്ധുവുണ്ട്, അവരെ കൊണ്ട് അയപ്പിച്ച് തന്നാണ്. അതിപ്പോൾ വന്നു. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സാരിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏതായാലും എല്ലാവർക്കും എനിക്ക് തന്നവരെ എന്നല്ല, എല്ലാവരോടും എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് ഇപ്പോൾ മുന്നോട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്നും എന്നെ ആരും അറിയത്തില്ല. അല്ല ഞാൻ ഈ ചുറ്റുവട്ടത്തുള്ളവർ മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ, അങ്ങനെ അറിഞ്ഞോളൂ. എന്നാൽ ഞാൻ അവിടെ ഇവിടെ എല്ലാം ജോലി ചെയ്യാൻ പോയിട്ടുള്ളൂ. പക്ഷെ ഇപ്പം എന്നെ അറിയാത്തവരായിട്ട് ആരുമില്ല. എങ്ങോട്ട് ഇറങ്ങിയാലും എല്ലാവരും എന്നെ അറിയുന്നുണ്ട്. ചേച്ചി, അമ്മ, ആൻറ്റി എന്നെല്ലാം വിളിച്ച് എല്ലാവരും വരുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ എൻ്റെ കൊച്ചിതെല്ലാം അവളെനിക്കിത് ഇതാക്കി, അവൾ മുഖാരമാണ് ഞാനിതെല്ലാം ചെയ്തതും എടുത്തതും എല്ലാം. അല്ല, ഞാനൊന്നും അല്ല, എനിക്കൊന്നും അറിയത്തില്ല. എഴുതാൻ വായിക്കാൻ അറിയത്തില്ല, ഒന്നുമില്ല. നാളെ ഞങ്ങൾ ഗുരുവായൂർ വരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഞങ്ങൾ വണ്ടി കയറും. നാളെ 7 മണിയാകുമ്പോൾ ഞങ്ങൾ ഗുരുവായൂരെത്തും. വലിയൊരു അവിടെയൊക്കെ ഗുരുവായൂരുള്ളവരുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കാണാം. എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കുഞ്ഞിന് ചോറ് കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ ചോറെടുക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ ചോറിനൊക്കെ എല്ലാം കറി കുറവാ. നമുക്ക് നാളെ അമ്പലത്തിൽ പോകണ്ടല്ലേ, അതുകൊണ്ട് എല്ലാം ഞങ്ങൾ ഇതാക്കി വെച്ചേക്കുവാണ്. എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത്. നമുക്കും സന്തോഷമുണ്ട് എല്ലാവരുടെയും കാര്യം ഓർക്കുമ്പോൾ. വൻപയർ തോരൻ വെച്ചു. നൊയമ്പായ കൊണ്ട് മീനും ഇറച്ചി മുട്ടയും ഒന്നും പറ്റത്തില്ല. നല്ല ഉള്ളി മുളകും എല്ലാം കൂടെ ചതച്ച് ഞാൻ, പിന്നെ തൈരും ഉണ്ട്, പിന്നെ പപ്പടം. ഇന്നേരം നമുക്കിതേ വൻപയർ തോരന്, ഉള്ളി മുളകും ചതച്ചത്, തൈര്, പപ്പടം. ഇന്ന് നമുക്ക് ഇത്രയൊക്കെ കറിയൊക്കെ മതി. എന്ന് വെച്ചാൽ നാളെ വൈകിട്ട് നമ്മൾ പോവുകയാണ്, അമ്പലത്തിൽ പോവുകയാണെ കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് നൊയമ്പാണ് ഈ കറിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഓടി വായോ ചോറുണ്ണാം.